മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും പ്രധാന ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലെ പ്രധാന ജംഗ്ഷനുകളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത്. മാലിന്യ സംസ്കരണത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മികച്ച പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ബേസിക് ഗ്രാൻഡിലെ ടൈഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ശുചിത്വ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തിൻ്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചു. സമഗ്രമായ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലക്കാണ് ബോട്ടിൽ ബൂത്ത് എല്ലാ വാർഡുകളിലും 15 വാർഡുകളിൽ നിന്ന് പ്രധാന ജംഗ്ഷനുകളിൽ അത് സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ മേഖലയിൽ വലിയ മാറ്റത്തിന് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനപ്രതിനിധികളും വളരെ താല്പര്യത്തോടു കൂടി അവനവൻ്റെ വാർഡുകളിൽ ഈ പ്രവർത്തനങ്ങളുമായി ഉദ്യോഗസ്ഥരോടൊപ്പം ഹരിതകർമ്മസേനയോടൊപ്പം നിതാന്തമായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി റഹ്മത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജോർജ് മാത്യു, വലിയാട്ടിൽ സഫിയ, ഹസീന റാഫി, ഇ നാസർ, ചിത്ര പ്രഭാകരൻ, സരിത സുരേഷ്, സി കെ ഹാജറ, ബിൻകുട്ടൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മെലാറ്റൂർ.